ജന്മദിനത്തോടനുബന്ധിച്ച് അവിടത്തോടുള്ള ഹുബ്ബ് പ്രകടിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി മൗലിദ് പാരായണം നടത്തുന്നതും അതുപോലെ ഇന്ന് നടന്ന ഈ പരിപാടിക്ക് വേണ്ടിയുള്ള ആശ്രാന്ത പരിശ്രമവും എല്ലാം നമ്മുടെ ആ ശ്രമം പോലെ തന്നെ അള്ളാഹു വിജയിപ്പിച്ചു. നിങ്ങളെ ഒന്നൊക്കെ സംസാരിക്കണം, അല്ലെങ്കിൽ ഞാൻ നിർത്താം. എന്താ വേണ്ടത്? എന്ത് വേണം? നിങ്ങൾ സംസാരിക്കുന്ന എന്താ ഇങ്ങനെ എന്ത് പറയുന്നതെന്ന് കേൾക്കണ്ടേ? ഇത്രത്തോളം നല്ല അച്ചടക്കത്തിൽ ഇരുന്നിട്ട് ഇപ്പൊ ഇങ്ങനെ കിരികിരിയാക്കുന്നത് ശരിയാ അല്ല. എല്ലാവരും ഒന്നും മിണ്ടാതെ, എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് നിന്ന എല്ലാവരും ഒന്നില്ലേ? റെഡി? 1 എല്ലാ സിപ്പും ശരിയുണ്ടല്ലേ? കുറച്ച് ബാക്കോട്ടിരുന്ന ഈ ഒരു ബെഞ്ചിൽ എത്ര ആണ്? കുറച്ച് ബാക്കോട്ടിരുന്ന, കുറച്ച് ബാക്കോട്ട്. കുറച്ച് ബാക്കിൽ, ബാക്കിൽ ബെഞ്ച് കാലി. ബാക്കോട്ട് പോയി, ബാക്കോട്ട്. അതാ മിസ് അവന് സ്ഥലം കൊടുത്തു പോവാൻ. ഹാസ്യം അങ്ങോട്ട്. അപ്പോ ഞാൻ പറഞ്ഞു വന്നത് ഒരു കോവിഡ് എന്ന മഹാമാരി നമ്മുടെ വീട്ടിനുള്ളിൽ തളച്ചിട്ടു. നമ്മുടെ സ്കൂളും മദ്രസയും എല്ലാം വീടാണ്. അങ്ങനെ ഏകദേശം 2 വർഷക്കാലം നമ്മൾ നമ്മളുടെ വീട്ടിൽ കഴിഞ്ഞു. ഒരൊറ്റ പ്ലെയിനും പറഞ്ഞില്ല, ഒരു വാഹനവും ഓടിയില്ല, ഒരു കടയും തുറന്നില്ല എന്ന് വേണമെങ്കിൽ പറയാം. അത്രത്തോളം കർശനമായ ഒരു നിയന്ത്രണത്തിലാണ് ഈ കഴിഞ്ഞ കാലഘട്ടം കഴിഞ്ഞുപോയത്. നിങ്ങളെ മിണ്ടാതിരിക്കാൻ എന്ത് വേണം? ഇനി ഞാൻ ആ മിണ്ടാതിരിക്കുന്ന ആളെ, സംസാരിക്കുന്ന ആളെ പുറത്താക്കി ക്ലാസ്. അത് ക്യാൻസൽ ചെയ്യും. അവർക്ക് സമ്മാനം കൊടുക്കുന്നത് നാളെ ആക്കാം, ഇന്ന് കൊടുക്കുന്നില്ല. സംസാരിക്കുന്ന ആൾക്ക് ഇപ്പൊ ഈ സദസ്സിൽ സംസാരിക്കുന്ന ആൾക്കുള്ള സമ്മാനം നാളെ തരും, അല്ലാത്തവർക്ക് ഇന്ന് തന്നെ കൊടുക്കും. അത് സിക്കന്ദറാ? സിക്കന്ദർ നല്ല ലോണിട്ടുണ്ട് എൻ്റെ മറ്റാൾ. അപ്പോ അങ്ങനെ നല്ല കുട്ടികൾ എന്താ ചെറുക്കോ അല്ലേ? അപ്പോ ഈ കോവിഡ് കാലത്ത് നമ്മളുടെ വീട്ടിൽ നമ്മൾ തളച്ചിട്ടപ്പോ നമ്മളെല്ലാവരും വീട്ടിനുള്ളിലായി. നമ്മളുടെ മദ്രസയും നമ്മുടെ സ്കൂളും എല്ലാം. അതുകൊണ്ട് നമ്മളൊക്കെ ചിന്തിച്ചു, നമ്മൾ വളരെ പുറകോട്ട് പോയി, നമ്മൾ തകർന്നു പോയി എന്ന്. അത് ഇല്ല. നമ്മളുടെ മദ്രസക്ക് ഒരു പോറലും ഏറ്റിട്ടില്ല എന്ന് ഉച്ചസ്ഥലം പ്രഖ്യാപിക്കുന്ന ഒരു പ്രകടനമായിരുന്നു ഇന്ന് ഇവിടെ നമ്മൾ കാഴ്ചവെച്ചത്. അൽഹംദുലില്ലാഹ്. കൂടുതൽ പഠിക്കാൻ നമുക്ക് ടൈം കിട്ടിയിട്ടില്ല, കൂടുതൽ പഠിക്കാനുള്ള സാഹചര്യം നമുക്ക് കിട്ടിയിട്ടില്ല, കൂടുതൽ പഠിക്കാൻ സന്ദർഭം നമുക്ക് കിട്ടിയിട്ടില്ല. എങ്കിലും ഓരോരുത്തരും അവരവരുടെ കഴിവിൻ്റെ പരമാവധി വളരെ കഷ്ടപ്പെട്ട് പഠിച്ചപ്പോൾ കൊറോണയ്ക്കൊന്നും നമ്മളെ തോൽപ്പിക്കാൻ കഴിയില്ല എന്നായിരുന്നു ആ വിളിച്ചോതൽ.
നമ്മളെല്ലാവരും ഇന്ന് രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇവിടെ കാഴ്ചവെച്ച പ്രകടനങ്ങൾ ഒന്നിനൊന്ന് മെച്ചമായിരുന്നു. നമ്മളുടെ റിസൾട്ട് വന്നപ്പോൾ ചില ആളുകൾക്ക് ഫസ്റ്റ്, ചില ആളുകൾക്ക് സെക്കൻഡ്, ചില ആളുകൾക്ക് തേർഡ് ഉണ്ട്. അത് നമ്മളുടെ കുറവല്ല. ഒരാൾ നല്ല പുറകോട്ട് പോയാലല്ലേ ഒരാൾക്ക് ജയിക്കാൻ പറ്റുമത്ര, അല്ലേ? ഒന്നങ്ങനെ. രണ്ടാമത്തതോ, ഇനി കൂടുതൽ ശ്രമിച്ചാൽ നമ്മൾക്ക് അവരെയും കടത്തി വെട്ടാൻ കഴിയും. അതുകൊണ്ട് ഇനി കൂടുതൽ ശ്രമിക്കണം എന്നാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പൊ ഈ ഒരു ഉഷാറ് നമ്മളുടെ ഈ യോഗ പരിപാടിയിൽ മാത്രം പോരാ. നമ്മളുടെ മദ്രസയിൽ പഠിക്കുന്ന വിഷയത്തിലും, നമ്മളുടെ ഓൺലൈൻ കാണുന്ന വിഷയത്തിലും, നമ്മളുടെ പരീക്ഷയിലും ഒക്കെ അത് കാണണം. അങ്ങനെ ഉന്നത വിജയം അവിടെയും കൈവരിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ എന്ന് ഞാൻ ഈ അവസരത്തിൽ പ്രാർത്ഥിക്കുന്നു. അതുകൊണ്ട് ഇവിടെ കൂടുതൽ പ്രസംഗിക്കാനൊന്നും സമയമില്ല. അങ്ങനെ വളരെ പെട്ടെന്നാണ് നമ്മളുടെ ഈ പരിപാടി നിശ്ചയിച്ചതും ഇന്ന് തന്നെ നടത്താൻ തീരുമാനിച്ചതും. അങ്ങനെ അല്ലാഹുവിന്റെ തൗഫീഖ് കൊണ്ട് മക്കളായ നിങ്ങളുടെ എല്ലാവരുടെയും ആശ്രാന്ത പരിശ്രമം കൊണ്ട് നമ്മളുടെ പരിപാടി ഒരു വൻ വിജയമായി അൽഹംദുലില്ലാഹ്. അതുകൊണ്ട് ഇനി ഇവിടെ ഈ നിരത്തി വെച്ച് കാണുന്നതൊക്കെ നിങ്ങൾക്ക് തരാനുള്ള സമ്മാനങ്ങളാണ്. സമ്മാനം എന്ന് പറയുമ്പോൾ അത് മുൻകാലങ്ങളിലൊക്കെ ഓരോരുത്തരും കുറേ സമ്മാനങ്ങൾ വാരിക്കൂട്ടി, ഓർമ്മയുണ്ടോ? ഉണ്ട്. പക്ഷേ ഈ കോവിഡ് കാലമായപ്പോ അധികം മദ്രസകളിൽ ഇങ്ങനെയുള്ള പരിപാടി നടന്നിട്ടേയില്ല. ഇപ്പൊ നമ്മുടെ പേരാല് പോലെ കുറച്ച് മദ്രസകളിലാണ് ഇങ്ങനെയുള്ള നബിദിന സമ്മേളനം, നബിദിന പരിപാടി നടന്നത്. അപ്പൊ അത് തന്നെ വലിയൊരു അനുഗ്രഹമല്ലേ നമുക്ക്. അപ്പൊ നമുക്ക് സമ്മാനം കുറെ കൂടുതൽ വേണ്ട. നമ്മളെ സുലൈമാൻ നബിക്ക് ഒരു ഉറുമ്പ് സമ്മാനം കൊടുത്ത്, എന്ത്, ഒരു ചെറിയ പയറുമണി, ഒരു പുളിങ്ങട്ടന്റെ കുരു, അല്ലേ? ഇത് കണ്ടപ്പോ സുലൈമാൻ നബി പുഞ്ചിരിച്ചു. സുലൈമാൻ നബിക്ക് സന്തോഷമായി അത് കിട്ടിയപ്പോ, അല്ലേ? നമ്മൾ കൊടുക്കുന്നത്, തരുന്നത് നിങ്ങൾക്ക് ചെറിയതാണെങ്കിലും ഇത് വലിയ ഉസ്താദുമാരുടെ, നേതാക്കന്മാരുടെ കൈകളിൽ നിന്നാണ് ഞങ്ങൾ വാങ്ങുന്നത്. ഞങ്ങൾക്കുള്ള ഒരു അംഗീകാരമാണല്ലോ ഇത്. അത് വലിയൊരു ഭാഗ്യമല്ലേ നമുക്ക് കിട്ടുന്നത്. അപ്പൊ അതുകൊണ്ട് ചിലപ്പോ കുറെ പരിപാടി ഇതിൽ അവതരിപ്പിച്ച ആളുകളുണ്ട്. ചിലപ്പോ സമ്മാനം കിട്ടുമ്പോ ചിലപ്പോ ഒന്ന് തന്നെ ആയിരിക്കും. അപ്പൊ മനസ്സാർക്കും ബേജാറാവൂല, അല്ലേ? പിന്നെ നമ്മുടെ പരിപാടിയിൽ സംബന്ധിക്കാത്ത കുറച്ച് കുട്ടികളുണ്ട്. അത് കുറച്ച് ഒരു ഏകദേശം 10ഓളം കുട്ടികളുണ്ടാവും. അപ്പോ അവർക്ക് സമ്മാനം കൊടുക്കുന്നത് എങ്ങനെ? അവർ പരിപാടി അവതരിപ്പിച്ചില്ല, പക്ഷെ അവർ പരിപാടി കൂടാത്തതെന്ത്? ഞമ്മ രാവിലെ തുടങ്ങിയിട്ട് ഇതുവരെ ആവുമ്പോ ഇത്ര സമയമായി. ഇനി അവരും കൂടി കൂടിയാല് യശാലും കഴിയൂല ഞമ്മടെ വീട്ടിൽ പോകുമ്പോ. അപ്പൊ അവര് കൂടാത്തത് ഗുണമില്ലേ? അപ്പൊ അവർക്കും കൊടുക്കണ്ടേ സമ്മാനം? എന്ത് നിങ്ങളെ അഭിപ്രായം? അവർക്ക് സമ്മാനം വേണോ വേണ്ടി? ഒരു ബുർദ, ഇന്ന് ചെല്ലിയ ബുർദയിലെ ഒരു ബൈത്തുണ്ട് ലാസ്റ്റ്, وعن علي وعن عثمان ذي الكرم سعد سعيد زبير طلحة وأبي عبيدة وابن عوف عاشر الكرم مولاي صل وسلم دائما أبدا. ഇത് പ്രധാനപ്പെട്ട 10 സഹാബാക്കളെ പേരാണ് ഈ ബൈത്തിലുള്ളത്. അതിൽപ്പെട്ട ഒരാള് അബൂബക്കർ സിദ്ദീഖ്, അല്ലെ? അബൂബക്കർ സിദ്ദീഖിനോട് പറഞ്ഞു, അബൂബക്കറെ നീ സ്വർഗത്തിലാണ്. ഉമറിനോട് പറഞ്ഞു നീയും സ്വർഗത്തിലാണ്. ഉസ്മാൻ റളിയല്ലാഹുവിനോട് പറഞ്ഞു നീയും സ്വർഗം. ഇങ്ങനെ 10 ആളോടും നീ സ്വർഗത്തിൽ, നീ സ്വർഗത്തിൽ എന്ന് പറഞ്ഞപ്പോ എല്ലാവരും ഇത് അറിഞ്ഞപ്പോ എല്ലാരും കരഞ്ഞു. എന്തിനാ കരഞ്ഞത്? സ്വർഗത്തിൽ കിടക്കുന്ന ബേജാറാ? എല്ലാവരും ചിരിക്കണ്ടല്ലേ, തുള്ളിച്ചാടണ്ടല്ലേ?
എന്തിനാ കരഞ്ഞത്? അങ്ങനൊന്നും അല്ല കരഞ്ഞത്. പഠിച്ചാനെ, ഞങ്ങൾ 10 ആള് മാത്രം സ്വർഗത്തിൽ കടന്നാൽ മതിയോ? ഞങ്ങളെ അടുക്കൽ ഞങ്ങളെ കൂടെ എത്ര സഹോദരന്മാരായ സഹാബാക്കളുണ്ട്, അവരും ഞങ്ങളുടെ കൂടെ സ്വർഗത്തിൽ കിടക്കണ്ടേ എന്ന് ഓർത്തിട്ട് എല്ലാരും കരഞ്ഞതാ. അപ്പൊ അതുപോലെ സമ്മാനവും നിങ്ങൾക്ക് മാത്രം കിട്ടിയെങ്കിലും മതിയോ? ഒരു പരിപാടിയിൽ സംബന്ധിച്ചില്ലെങ്കിലും ഓർക്കും സമ്മാനം കൊടുക്കണ്ടേ? കൊടുക്കണം, അങ്ങനെ പറയും, കൊടുക്കണം എല്ലാവർക്കും, അല്ലേ? അതാണ് വേണ്ടത്. അങ്ങനെയുള്ള ഒരു നല്ല മനസ്സ് നമുക്ക് എപ്പോഴും വേണം. ഇൻഷാ അല്ലാഹ് അടുത്ത പ്രാവശ്യം നബിദിന പരിപാടി വരുമ്പോ എല്ലാരും പരിപാടിയിൽ സംബന്ധിക്കും. ഇതിനേക്കാൾ കൂടുതൽ സമ്മാനവും വാങ്ങും. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അതുകൊണ്ട് നമ്മുടെ ഈ പരിപാടി, അപ്പൊ നമ്മൾ വാങ്ങിയ സമ്മാനം അത്ര ചെറുതൊന്നുമല്ല നിങ്ങൾക്ക് തരുന്നത് കേട്ടോ. നിങ്ങളോട് കാര്യമായിട്ട് നിങ്ങളെ എല്ലാവരും പൊരയിലൊന്നും ഇതിനു വേണ്ടി ഒരു പിരിവിന് സംഭാവനയ്ക്ക് വേണ്ടിയിട്ടൊന്നും വന്നില്ല. എങ്കിലും നിങ്ങളെല്ലാവരും സഹായിച്ചിട്ടുണ്ട്, അല്ലേ? കുറച്ചാളുകളെ വീട്ടിലേക്ക് വന്നിട്ടുണ്ട്, കാശ് തന്നിട്ടുണ്ട്. അതുപോലെ ഗൾഫിൽ നിന്ന് ഒരുപാട് ആളുകൾ സഹായം അയച്ചു തന്നിട്ടുണ്ട്. അതുപോലെ ഇവിടെ തന്നെ നമുക്കറിയുന്ന ഒരുപാട് ആളുകൾ നമ്മളെ നബിദിന കുട്ടികളുടെ പരിപാടിയാണെന്ന് അറിഞ്ഞപ്പോൾ എല്ലാവരും നല്ല കൈ നിറയെ കാശ് തന്ന് സഹകരിച്ചു. ഇത് റസൂലുള്ളാഹി തങ്ങളോടുള്ള ഹബ്ബ് കൊണ്ടാണ്. അല്ലാഹു അത് ഖബൂൽ ചെയ്യട്ടെ. അതിന് പുറമെ സാധാരണ സർട്ടിഫിക്കറ്റ് ഒന്ന് ഫ്രെയിം ചെയ്ത് തരാണ്. 5, 7, 10 ഇങ്ങനെ മൊത്തം 20 കുട്ടികൾ എന്തായിട്ടുണ്ട്, പൊതുപരീക്ഷയിൽ വിജയിച്ചിട്ടുണ്ട്. പരീക്ഷ എഴുതിയ എല്ലാ കുട്ടികളും. അപ്പൊ അവർക്ക് പ്രത്യേകം ഇവിടെ സമസ്ത കേരള സുന്നി വിദ്യാഭ്യാസ ബോർഡ് വലിയ പണ്ഡിതന്മാർ നിങ്ങൾക്ക് തരുന്നൊരു പൊരുത്തം സർട്ടിഫിക്കറ്റ്, അത് നല്ല വൃത്തിയിലും ബഹുമാനത്തോടും നമ്മളുടെ പുരയിലെ ചുമരിൽ അത് തൂങ്ങണം. എന്നും കാണുമ്പോൾ ഇത് ഞാൻ അഹ്ദലിയ മദ്രസയിൽ പഠിച്ചപ്പോ ഞങ്ങൾക്ക് കിട്ടിയ സർട്ടിഫിക്കറ്റ് ആണെന്ന് അഭിമാനത്തോടു കൂടി നമ്മളുടെ പുരയിലേക്ക് വരുന്ന ആളുകൾക്ക് നമ്മൾ കാണിച്ചു കൊടുക്കണം, അല്ലേ? അപ്പൊ അത് തനി പേപ്പറായി പോയാൽ ചെതല് പിടിച്ചിട്ടൊക്കെ പോവല്ലോ. അപ്പൊ അതൊന്ന് ഫ്രെയിമിട്ട് തരാൻ വേണ്ടിയിട്ട് വലിയ ഒരു കാശ് അതിനും ചെലവ് വന്നിട്ടുണ്ട്. അതും നിങ്ങളോട് ആരോടും വാങ്ങിയിട്ടില്ല, വാങ്ങുന്നുമില്ല. മനസ്സിലായി? അങ്ങനെ ഒരുപാട് ആളുകൾ ഇതിന്റെ പിന്നിൽ സഹകരിച്ചു, സഹായിച്ചു, അല്ലേ? അങ്ങനെ അപ്പൊ നിങ്ങൾ എന്ത് വേണം? ഈ സഹായിച്ച ആളുകൾക്കൊക്കെ ദ്വാരക്കണം. നിങ്ങളെല്ലാം മക്കളാണ്, കുറ്റം ചെയ്യാത്ത ആളുകളാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ ദുന്യവിയും ഉഖ്റവിയുമായ എല്ലാ കാര്യങ്ങളും വിജയത്തിലെത്തിക്കുമാറാവട്ടെ. അപ്പൊ ഞാൻ ഈ പറഞ്ഞു വന്നത്, ഇവിടെ നിങ്ങൾക്ക് വിജയികൾക്ക് സമ്മാന വിതരണമുണ്ട്. അതുപോലെ 5ലും 7ലും 10ലും വിജയിച്ച വിദ്യാർത്ഥികൾക്ക് സർട്ടിഫിക്കറ്റ് വിതരണമുണ്ട്. അങ്ങനെയുള്ള ഒരു പരിപാടി. അതിന് പുറമെ നമ്മുടെ ഇന്നത്തെ ഈ മഹത്തായ പരിപാടിയിൽ ഇന്നിവിടെ അധ്യക്ഷം വഹിക്കുന്നത് നമ്മുടെ ബഹുമാനപ്പെട്ട നമ്മുടെ എല്ലാമായ മുഹമ്മദ് ഹാജി അവറുകളാണ്. ഒരുപാട് നമ്മളെ ഈ പരിപാടിയുടെ വിജയത്തിന് വേണ്ടി കഷ്ടപ്പെട്ടു. മുഹമ്മദ് ഹാജിന്റെ അദീസ് ഒക്കെ ഉമ്മ സുഖമില്ലാതെ കിടപ്പിലാണ്. ഇപ്പം മരുന്നെടുത്ത് വരുന്നുണ്ട്. നിങ്ങളെല്ലാവരും ആത്മാർത്ഥമായി ദ്വാരക്കുക. നിങ്ങളുടെ ഒക്കെ ഒരു വല്യമ്മാന്റെ പ്രായത്തിൽ ഉള്ള സുഖമില്ലാതെ ഇപ്പൊ കിടപ്പിലാണ്. അള്ളാഹു ആഫിയത്ത് പ്രദാനം ചെയ്യട്ടെ. അള്ളാഹു എല്ലാ രോഗങ്ങളെയും ശിഫയാക്കി കൊടുക്കട്ടെ. അവർക്കും നമുക്കും അള്ളാഹു ദീർഘായുസ് പ്രദാനം ചെയ്യട്ടെ. അപ്പോൾ ഈ സുഖമില്ലാതെ ഉമ്മാനെ നോക്കാനും പിടിക്കാനും ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനും വരാനും ഒക്കെയുള്ള തിരക്കിലായിരുന്നു മുഹമ്മദ് ഹാജിയും അദീസ് ചായും ഒക്കെ. പക്ഷേ നമ്മളെ ഈ പരിപാടി ഉണ്ടല്ലോ, കുറച്ചാണ് എന്താ ചെയ്യാന്നുള്ള ആ ഒരു ബേജാറ്. മറ്റൊന്ന് അതെന്ത്, നമ്മളോടുള്ള സ്നേഹം കൊണ്ട്. എന്നിട്ട് ഒരുപാട് അതിൻ്റെ ഇടയിൽ കഷ്ടപ്പെട്ട് നമ്മളോട് സഹകരിച്ച് ഇന്നോളം. അള്ളാഹു ഇതെല്ലാം ഖബൂൽ ചെയ്യുമാറാവട്ടെ.
മുഹമ്മദ് ഹാജി അവറുകളാണ് നമ്മുടെ ഇന്നത്തെ പരിപാടിയിൽ അധ്യക്ഷം വഹിക്കുന്നത്. അതുപോലെ നമ്മുടെ ഇന്നത്തെ മഹത്തായ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ മുഹീദ്ദീൻ ഹനീഫി ഉസ്താദ് അവറുകളാണ്. അവർക്കും ഞാൻ സ്വാഗതം ആശംസിക്കുകയാണ്. ഹനീഫി ഉസ്താദ് വളരെ കഷ്ടപ്പെട്ട് നിങ്ങൾ ഈ നിലയിൽ എത്തണം എന്ന് പറഞ്ഞിട്ട് നിങ്ങളെ പാട്ടും നിങ്ങളെ പ്രസംഗവും കഷ്ടപ്പെട്ട് ഞങ്ങളൊക്കെ രാവിലെ വരും, വന്നിട്ട് നിങ്ങൾ ഓരോ ക്ലാസ് വേറെ വേറെ വിളിച്ച് നോക്കി സെറ്റാക്കി നിനക്ക് പാടാനറിയോ, നിനക്ക് അങ്ങനെ അറിയോ, ഇങ്ങനെ അറിയോ, അത് അവിടെ തെറ്റുമ്പോൾ അത് പാടില്ല എന്നൊക്കെ തിരുത്തി തന്ന് നിങ്ങളെ ഈ നിലയിലേക്ക് എത്തിച്ചത് നമ്മുടെ മുഹീദ്ദീൻ ഉസ്താദാണ് അല്ലേ? അല്ലാഹു സുബ്ഹാനഹു വ തആല ആഫിയത്തുള്ള ദീർഘായുസ്സ് പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ സ്വാഗതം ആശംസിക്കുന്നു. അതുപോലെ നമുക്ക് സർട്ടിഫിക്കറ്റ് വിതരണം ചെയ്യുന്നത് നമ്മുടെ ജമാഅത്തിന്റെ സെക്രട്ടറി അവറുകളാണ്. അദ്ദേഹത്തിനും ഞാൻ ഹൃദയം നിറഞ്ഞ സ്വാഗതം ആശംസിക്കുന്നു. അദ്ദേഹവും ചില ചില്ലറ അസുഖങ്ങളെ കൊണ്ട് വിഷമിക്കുന്ന ആളാണ് എങ്കിലും വളരെ കഷ്ടപ്പെട്ട് രാത്രിയും പകലും നമ്മോടൊപ്പം സഹകരിച്ചു. അല്ലാഹു ആഖിറത്തിൽ ഉപകരിക്കുന്ന അമലാക്കി സ്വീകരിക്കുമാറാവട്ടെ, അസുഖങ്ങൾ അല്ലാഹു മാറ്റിക്കൊടുക്കുമാറാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ എനിക്ക് പറയാൻ വിട്ടുപോയതാണ്, ഇന്ന് ഈ പരിപാടി കഴിഞ്ഞെങ്കിലും ഇന്നലെയും മിനിഞ്ഞാന്നുമായി ഓഫ് സ്റ്റേജ് പരിപാടികൾ കുട്ടികളുടെ ഈ ഖുർആൻ, അതുപോലെ തന്നെ ഹാൻഡ് റൈറ്റിംഗ്, അറബി കയ്യെഴുത്ത്, അറബി മലയാളം കയ്യെഴുത്ത്, പിന്നെ ചിത്രം വരക്കൽ, മെമ്മറി ടെസ്റ്റ് തുടങ്ങി ഒരുപാട് ഇനങ്ങൾ മത്സരങ്ങൾ ഓഫ് സ്റ്റേജായി നമ്മളുടെ മദ്രസയിൽ നടന്നു. പെൺകുട്ടികളുടെയും ആൺകുട്ടികളുടെയും, പെൺകുട്ടികളും ആൺകുട്ടികളും ഒക്കെ ഒന്നിനൊന്ന് മെച്ചമായിരുന്നു. അല്ലാഹു നമ്മെ ഉഷാറാക്കട്ടെ. അതിനു പുറമെ നമ്മളോട് ഇന്നത്തെ സർട്ടിഫിക്കറ്റ് വിതരണം ചെയ്യുന്നത് ബഹുമാനപ്പെട്ട നമ്മുടെ ജമാഅത്ത് സെക്രട്ടറി അവറുകളും അതുപോലെ നമ്മുടെ മറ്റൊരു സെക്രട്ടറി കൂടിയായ അദീൽച്ച അവറുകളാണ്. പൊതുപരീക്ഷാ സർട്ടിഫിക്കറ്റ് വിതരണം ചെയ്യുന്നത് അവർക്കും സ്വാഗതം ആശംസിക്കുന്നു. അദീൽച്ച ഒരുപാട് നമ്മളെ പരിപാടിക്ക് കഷ്ടപ്പെട്ട് ഇന്നെവിടെ ഉണ്ടെന്ന് ചോദിക്കുമ്പോൾ നമ്മളെ പരിപാടിയുടെ സമ്മാനം വാങ്ങാൻ വേണ്ടി കാസർഗോഡ്, ഇന്നെവിടെ ഉണ്ടെന്ന് ചോദിക്കുമ്പോൾ കുമ്പളയിൽ നമ്മളുടെ പരിപാടിക്ക് വേണ്ടി ഇങ്ങനെ വിശ്രമമില്ലാത്ത ജീവിതം നയിച്ച വ്യക്തിയാണ്. അല്ലാഹു കബൂൽ ചെയ്യട്ടെ, ആഫിയത്ത് പ്രദാനം ചെയ്യട്ടെ. അതുപോലെ തന്നെ നമ്മളുടെ ഇന്നത്തെ പരിപാടിയിൽ സമ്മാന വിതരണം നടത്തുന്നത് നമ്മുടെ ബഹുമാനപ്പെട്ട യൂസുഫ് പുതിയ വളപ്പ്, അതുപോലെ ഹമീദിച്ച, അതുപോലെ റസാഖിച്ച, അതുപോലെ MC മൊയ്തീൻ, ഉസ്മാൻ, അബ്ദുള്ള കർണാടക, അന്തായി, അതുപോലെ അവർക്കൊക്കെ ഞാൻ സ്വാഗതം ആശംസിക്കുന്നു. പ്രത്യേകിച്ച് ഇവിടെ അറിയിക്കാനുള്ളത് വലിയ ഒരു കമാൻഡറായി നമ്മളുടെ ഈ യോഗ കാര്യങ്ങൾ മൊത്തത്തിൽ നിയന്ത്രിച്ചത്, ഈ നമ്മളുടെ സദസ്സിനെ പിടിച്ചു കൊലുക്കിയത് നമ്മളുടെ ജഡ്ജിയായി നമുക്ക് നേതൃത്വം നൽകിയ സിദ്ദീഖ്. എത്ര നന്ദി പറഞ്ഞാലും നമുക്ക് മതിയാവൂല. കാരണം അത്രമാത്രം രാവിലെ മുതൽ ഇതുവരെ കഷ്ടപ്പെട്ടു. നമ്മൾ നടന്ന റാലിയിൽ പ്രകമ്പനം കൊള്ളിച്ചുകൊണ്ട് എല്ലാവരുടെയും ശ്രദ്ധ മസ്ജിദുൽ ഫെരാൽ മദ്രസത്തുൽ അഹ്ദലിയയിൽ നിന്ന് വരുന്ന വിദ്യാർത്ഥികളാണത് എന്ന് ഓരോരുത്തരും ചൂണ്ടിക്കാണിക്കാൻ ഇവിടെ ശബ്ദമുയർത്തിയതിന് നേതൃത്വം നൽകിയത് നമ്മുടെ സിദ്ദീഖാണ്. അല്ലാഹു ആഫിയത്ത് പ്രദാനം ചെയ്യുമാറാവട്ടെ. അതുപോലെ ഇന്നത്തെ ഇവിടെ ജഡ്ജിയായി നമ്മളോട് സഹകരിച്ച നമ്മുടെ അൽത്താഫ് വളരെയധികം കഷ്ടപ്പെട്ടു. ആ കൂട്ടത്തില് നമ്മുടെ സവാദ്, ഇവർക്കൊന്നും നന്ദി പറയാൻ വാക്കുകളില്ല. ഈ കാണുന്ന സ്റ്റേജ് പേരാല് നവയും
എത്രയോ കഷ്ടപ്പെട്ടു ഈ സ്റ്റേജ് ഈ നിലയിലെത്തിക്കാൻ, ഇവിടെ വാൾ പോസ്റ്റ് വെട്ടിക്കാൻ, ഇങ്ങനെ ഒരുപാട് എല്ലാം അവരെ നിയന്ത്രണമാണ്. നമ്മൾ ഇതിൽ യാതൊരു റോളും ഇതിൽ നടത്തിയിട്ടില്ല. ഈ കോലത്തിൽ നേരം വെളുക്കുമ്പോഴേക്ക് അവരാക്കി തന്നു. അള്ളാഹു കബൂൽ ചെയ്യട്ടെ. അവരുടെ പഠനത്തിലും അവരുടെ എല്ലാ കാര്യങ്ങളിലും അള്ളാഹു ബറക്കത്തും വിജയവും പ്രദാനം ചെയ്യുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അവർക്കും സ്വാഗതം ആശംസിക്കുന്നു. ഇവിടെ കൂടിയ എല്ലാവർക്കും സ്വാഗതം ആശംസിക്കുന്നു. അതുപോലെ തന്നെ മുഹിമാത്തിന്റെ നമ്മുടെ മാനേജർ ഉമർ സഖാഫി ഉസ്താദ് നമ്മളുടെ ഈ പരിപാടി ഇങ്ങനെ ആയി കാണാൻ വേണ്ടി വളരെ ആഗ്രഹിച്ച വ്യക്തിയാണ്. അദ്ദേഹം നമ്മളെ മൗലീദിന് വന്നു, മീറ്റിങ്ങിന് വന്നു. അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കട്ടെ. അവർക്കും സ്വാഗതം ആശംസിക്കുന്നു. അതുപോലെ രാവിലെ മുതൽ ഇതുവരെ നമ്മളോട് സഹകരിച്ച എല്ലാവർക്കും സ്വാഗതം ആശംസിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട മുഹമ്മദ് അലി അവരുടെ അധ്യക്ഷ സ്ഥാനത്തേക്ക് ക്ഷണിച്ചുകൊണ്ട് വിരമിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على رسول الله. أما بعد. ബഹുമാന്യരായ ഖതീബ് ഉസ്താദ്, അതുപോലെ സദർ ഉസ്താദ്, മറ്റ് ജമാഅത്ത് സെക്രട്ടറി, ജോയിന്റ് സെക്രട്ടറി, വൈസ് പ്രസിഡന്റ്, ട്രഷറർ, മറ്റ് ജമാഅത്ത് ഭാരവാഹികൾ, പ്രിയപ്പെട്ട സംഘ കുടുംബാംഗങ്ങൾ, വിദ്യാർത്ഥികൾ, രക്ഷിതാക്കൾ, അൽഹംദുലില്ലാഹ് ആദരവായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മദിനം കൊണ്ട ഒരു മാസമാണല്ലോ നമുക്ക് ആഗതമായി വന്നിരിക്കുന്നത്. 10 വർഷം മുമ്പ് നമ്മുടെ ഈ കൊട്ടോരി എന്ന പ്രദേശത്ത് നിന്ന് നാം തുടക്കം കുറിച്ച് മദ്രസ ആരംഭിച്ചത് മുതൽ അൽഹംദുലില്ലാഹ് ലെവലേഴ്സ് പോലും പിറകോട്ട് പോകാതെ പ്രവർത്തിച്ചതിൻ്റെ ഒരു ഫലമാണ് നാം ഇന്ന് കണ്ടത്. അൽഹംദുലില്ലാഹ് കഴിഞ്ഞ വർഷം കോവിഡായി നമുക്കൊരു പരിപാടി നടത്താൻ കഴിഞ്ഞില്ല. എന്നാൽ ഇപ്രാവശ്യം ഒരു മുൻകരുതലും ഇല്ലാതെ നമുക്ക് എല്ലാ തടസ്സങ്ങളും ഉണ്ടാകുന്നതിനിടയിൽ കൂടെ എത്രയും പെട്ടെന്ന് നാം അതുപോലുള്ള ഒരു പരിപാടി നടത്താൻ തീരുമാനിക്കുകയും റാലിക്ക് പോലും പെർമിഷൻ ഇല്ലാത്ത അവസ്ഥയിൽ നിന്ന് അൽഹംദുലില്ലാഹ് ഒരു ചരിത്രം കുറിച്ചുകൊണ്ടാണ് നമ്മുടെ റാലി 10 വർഷം മുമ്പ് ചുരുങ്ങിയ ആളെ കൊണ്ട് നമ്മൾ ഈ പേരാലിയുടെ ഒരു യാത്ര റാലി നടത്തുമ്പോൾ അത്ഭുതത്തോടെയാണ് എല്ലാവരും വീക്ഷിച്ചത്. ആ ഓർമ്മ പുതുക്കിക്കൊണ്ടാണ് ഇന്ന് നമ്മുടെ റാലി ഈ പേരാലിലെ കടന്നുപോയി സുബഹിന് ശേഷമുള്ള റാലി കണ്ട് ആവേശത്തോടെയാണ് എല്ലാവരും അത് ഏറ്റ് മറ്റുള്ളവരെല്ലാം ഒരു റാലി സംഘടിപ്പിച്ചു എന്ന് തന്നെ പറയാം. അതെല്ലാം നമുക്ക് കിട്ടിയൊരു ഭാഗ്യമാണ്. ഇതിലൊന്നും നാം അഹങ്കരിക്കുകയല്ല, ആത്മാർത്ഥമായി പ്രവർത്തിച്ചതിന്റെ ഫലമാണ്. അല്ലാഹു ഇതെല്ലാം നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാവട്ടെ. എല്ലാ നിലക്കും എല്ലാവരും ഒത്തുപിടിച്ചാൽ ഒരു വിഷമമില്ലാതെ നമുക്ക് വിജയത്തിലെത്താൻ കഴിയും. അൽഹംദുലില്ലാഹ് നമ്മുടെ മദ്രസയുടെ പണി പകുതിയിലായി, വലിയ വിഷമത്തിലായിരുന്നു. അതും അതിന് കോവിഡായി നമുക്ക് വലിയ വിഷമം നേരിടേണ്ടി വന്നു. അൽഹംദുലില്ലാഹ് ഇപ്പോൾ അതിന്റെ പുനർനിർമ്മാണം ആരംഭിച്ചു കഴിഞ്ഞു. ഇനി അടുത്ത് നടക്കാൻ പോകുന്ന നമ്മുടെ മദ്രസ റമദാനിന് ശേഷമെങ്കിലും നമുക്ക് ഇതിന്റെ മുകളിലും കൂടി മദ്രസ ആരംഭിക്കാൻ കഴിയുന്നതിനെല്ലാം അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. നമ്മുടെ ഈ മഹത്തായ പരിപാടിയിലേക്ക് നാം മാത്രമല്ല, ഈ കാര്യങ്ങളെല്ലാം കണ്ടുകൊണ്ട് സന്തോഷിക്കുന്ന നമ്മളെ പ്രിയപ്പെട്ട പ്രവാസികൾ ഗൾഫിൽ നിന്ന് ഓരോ സമയത്തും വീക്ഷിച്ചുകൊണ്ട് അവർ സന്തോഷിക്കുകയാണ്. ആത്മാർത്ഥമായി അവർ നമുക്ക് വേണ്ടി സഹായവും സഹകരണവും ചെയ്തു തരും. അതിനെല്ലാം അവരോട് നന്ദി അറിയിക്കുകയാണ്. നമ്മളിൽ അവർക്ക് വേണ്ടി എല്ലാ സമയത്തും പ്രാർത്ഥിക്കേണ്ടതുണ്ട്.
എല്ലാ വർഷവും നമ്മുടെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾക്ക് വസ്ത്രം തന്നുകൊണ്ട് സഹകരിക്കുന്ന നമ്മുടെ പ്രവാസികൾ 2 വർഷമായി നമുക്ക് അത് മുടങ്ങിപ്പോയത് വേറൊന്നുമല്ല, കോവിഡ് എന്ന മഹാമാരി കൊണ്ടാണ്. ഇൻഷാ അല്ലാഹ് അത് വീണ്ടും തുടരും. അത് തുടരാനുള്ള എല്ലാ അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ എന്നുകൂടി പ്രാർത്ഥിച്ചുകൊണ്ട് കൂടുതലായി സമയം നീട്ടാതെ വൈകിയ വേളയിൽ എല്ലാം അല്ലാഹു നമ്മിലെല്ലാം സ്വീകരിക്കുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് മഹത്തായ യോഗം ഉദ്ഘാടനം ചെയ്യുവാൻ വേണ്ടി നമ്മുടെ ജമാഅത്ത് ഖതീബ് മൊയ്ദ് ഉസ്താദ് അവരുടെ ആദരവും ക്ഷണിച്ചുകൊണ്ട് നിർത്തുന്നു. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. السلام عليكم ورحمة الله وبركاته. وعليكم السلام. الحمد لله والصلاة والسلام على سيدنا محمد القائم نبيه أما ആദരവും ബഹുമാനവും നിറഞ്ഞ നമ്മുടെ എല്ലാമെല്ലാമായ ബഹുമാനപ്പെട്ട സദുസ്താദ്, അതുപോലെ തന്നെ ജമാഅത്ത് സെക്രട്ടറി, വൈസ് സെക്രട്ടറി, ജോയിന്റ് സെക്രട്ടറി, മറ്റു ജമാഅത്തിൻ്റെ ഭാരവാഹികൾ, അതുപോലെ സഹോദരങ്ങൾ, സ്നേഹനിധികളായ വിദ്യാർത്ഥിനികൾ, അല്ലാഹുവിൻ്റെ മഹത്തായ ഒരു അനുഗ്രഹം കൊണ്ട് ഒരു വിപുലമായ രൂപത്തിൽ ഈ വർഷം നമ്മൾക്ക് നബിദിനം ആഘോഷിക്കാൻ കഴിയും. കഴിഞ്ഞ വർഷം വേണ്ടതുപോലെ നമ്മൾക്ക് ആഘോഷിക്കാൻ പറ്റിയില്ല. എങ്കിലും ഈ പ്രാവശ്യം നല്ല നിലയിൽ റാലിയും അതുപോലെ തന്നെ മൗലൂദ് പാരായണവും അതുപോലെ കലാപരിപാടികളെല്ലാം നടന്നു. അൽഹംദുലില്ലാഹ്. ഇതെല്ലാം അല്ലാഹുവിൻ്റെ വലിയൊരു അനുഗ്രഹമാണ്. മാത്രമല്ല, നേരത്തെ സദുസ്താദ് പറഞ്ഞതുപോലെ തന്നെ പരിപാടികളും മറ്റും നമ്മൾക്ക് അവതരിപ്പിക്കാനും അതുപോലെ പഠിക്കാനും സാഹചര്യം കിട്ടിയില്ല എങ്കിലും നിങ്ങൾ വീട്ടിൽ വെച്ച് തന്നെ അതിനുള്ള സമയം കണ്ടെത്തുകയും എന്നിട്ട് വേണ്ടുന്ന രൂപത്തിൽ പഠിച്ചു എന്നത് തന്നെ വലിയൊരു വിജയമാണ്. അപ്പൊ നാം ഏത് സമയത്തും നമ്മളെല്ലാം ഒരുങ്ങുകയാണെങ്കിൽ ഏത് കാര്യത്തിനും വിജയം നമ്മൾക്കുണ്ടാകും എന്നതിലുള്ള ഒരു തെളിവാണ്. കൊറോണ സമയത്ത് പോലും നമ്മൾക്ക് ഇങ്ങനെയുള്ള പരിപാടി വിജയകരമായി നടത്താൻ കഴിയുകയാണ്. മാത്രമല്ല, ലോകത്തിനെമ്പാടും മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനം ആഘോഷിക്കുകയാണ്. ചെറിയ രൂപത്തിലും വലിയ രൂപത്തിലും, അതുപോലെ ചില സ്ഥലങ്ങളിൽ മൗലൂദ് മാത്രമായിട്ടും മറ്റും റസൂലുള്ളാഹി മദ്ഹ് നടന്നുകൊണ്ടിരിക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹ് പഴയ കാലം മുതൽ തന്നെ ഇങ്ങനെയുള്ള ഒരു മദ്ഹിന്റെ സദസ്സുകൾ ഒരുക്കിക്കൊണ്ടേയിരുന്നു. സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ജന്മദിനത്തിൽ സന്തോഷിക്കുക എന്നത് മുഅ്മിനിന്റെ ഒരു അടയാളമാണ്. ഒരൽപ്പം ഈമാനുണ്ടെങ്കിൽ, ഒരൽപ്പം അല്ലാഹുവിലും റസൂലിലും വിശ്വാസമുണ്ടെങ്കിൽ ആ മനുഷ്യനിക്ക് റസൂലുള്ളാഹിനെ സ്നേഹിക്കാതെ വയ്യ. റസൂലുള്ളാഹിനോട് സ്നേഹം അവന്റെ മനസ്സിലുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള നബിദിന പരിപാടികളിലും മറ്റുള്ള പരിപാടികളിലേക്കെല്ലാം സഹകരണം ഉണ്ടാകും എന്നതിൽ യാതൊരു സംശയമില്ല. ഇനിയിപ്പോൾ ഈ പരിപാടി നടത്തുന്നതിന് വേണ്ടിയിട്ട് ഒരുപാട് വ്യക്തികൾ സാമ്പത്തികമായിട്ട് സഹായം ചെയ്തവരുണ്ട്, അതുപോലെ തന്നെ ശാരീരികമായിട്ട് സഹായം ചെയ്തവരുണ്ട്, അതുപോലെ വാക്കുകളെ കൊണ്ടും പ്രവൃത്തികളെ കൊണ്ടും എല്ലാം സഹായം ചെയ്ത് നമ്മുടെ ഈ മഹല്ലത്തിന് നല്ലവരായ ഒരുപാട് സഹോദരന്മാർ, അതുപോലെ വിദേശ രാജ്യങ്ങളിൽ നിന്ന് അവർ ഇവിടെ നടക്കുന്ന പരിപാടി വിജയിക്കണം എന്നുള്ള ഉദ്ദേശം വെച്ചുകൊണ്ട് അവരും എത്രയോ സഹായ സഹകരണം അവരെല്ലാം ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം ചെയ്തത് മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള ആ സ്നേഹത്തിൻ്റെ ഒരു അടയാളമാണ്. അങ്ങനെ ഒരു ചെറിയൊരു അംശം നമ്മുടെ ഹൃദയത്തിലുണ്ടെങ്കിൽ അവർ ഇങ്ങനെയുള്ള പരിപാടിയോട് സഹകരിക്കും.
അതല്ലേ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനം കൊണ്ട ദിവസം അബൂ ലഹബ്, അതായത് പരിശുദ്ധമായ ഖുർആൻ ശരീഫിൽ നരകത്തിന്റെ അവകാശിയാണ് എന്ന് പേരെടുത്ത് പറഞ്ഞ ആ അബൂ ലഹബ് റസൂലുള്ളാഹി ജനിച്ചു എന്ന സന്തോഷ വാർത്ത ഒരു അടിമ പെണ്ണ് പോയിക്കൊണ്ട് പറഞ്ഞപ്പോ ആ അടിമ പെണ്ണിനെ അവിടുന്ന് അടിമത്വത്തിൽ നിന്ന് മോചനം നൽകുകയുണ്ടായി. അബൂ ലഹബിനോട് മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിച്ചു എന്ന സന്തോഷ വാർത്ത അറിയിച്ചതിന്റെ ഫലമായിട്ട് അബൂ ലഹബ് ആ സന്തോഷ വാർത്ത അറിയിച്ച അടിമപ്പെണ്ണിനെ അടിമത്വത്തിൽ നിന്ന് മോചനം നൽകി. ഈ ഒരൊറ്റൊരു കാരണം കൊണ്ട് മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നതായി കാണാം. ആ ഒരൊറ്റൊരു കാരണം കൊണ്ട് നരകാവകാശിയായി ആ അബൂ ലഹബ്, നരകാവകാശിയായി തീർന്ന ആ അബൂ ലഹബ് തിങ്കളാഴ്ച, എല്ലാ തിങ്കളാഴ്ച ദിവസവും ഒരൽപ്പം ആശ്വാസം ആ അബൂ ലഹബിന് നൽകുന്നുണ്ട് എന്ന് മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞതായി കാണാം. ഞാൻ പറഞ്ഞത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഒരൽപ്പം സ്നേഹമുണ്ടെങ്കിൽ നമ്മൾക്ക് നാളെ പരലോകത്തിൽ വിജയിക്കാൻ കഴിയും. അതുകൊണ്ട് ഇതെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള സ്നേഹത്തിന്റെ അടയാളമാണ്. ഈ സമയം വൈകിയ വേളയിൽ ഞാൻ കൂടുതലായൊന്നും പറയുന്നില്ല. ഇൻഷാ അല്ലാഹ് ഞാൻ നിർത്തുകയാണ്. എൻ്റെ മേൽ അർപ്പിതമായ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. അതായത് നമ്മുടെ ഈ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഇന്നാ ഫതഹ്നാ ലക ഫതഹൻ മുബീന എന്ന അല്ലാഹുവിന്റെ തിരുവാക്യം കൊണ്ട് ഈ യോഗം ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊള്ളുന്നു. ഇന്നത്തെ ഈ പരിപാടിയിലേക്ക് ചീരൻ ഒരുക്കി തന്നവർ, അതുപോലെ തന്നെ നമ്മുടെ റാലിക്കും മറ്റും ഒരുപാട് ചീരണി നിർത്തിയവരുണ്ട്. അവർക്ക് വേണ്ടി പ്രത്യേകം ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് അർഹമായ പ്രതിഫലം ഇരുലോകത്ത് നൽകുമാറാകട്ടെ. അതുപോലെ അവരുടെ കച്ചവടങ്ങളിൽ, അവരുടെ ബിസിനസ്സുകളിൽ, അവരുടെ എല്ലാ ഇടപാടുകളിലും അല്ലാഹു ബർക്കത്തിന് ഏറ്റി കൊടുക്കുമാറാകട്ടെ. ഇതിനെ ആരെല്ലാം എന്തെല്ലാം കൊണ്ട് സഹായിച്ചിട്ടുണ്ടോ, തടി കൊണ്ടാണെങ്കിലും മുതൽ കൊണ്ടാണെങ്കിലും വാക്കുകൊണ്ടാണെങ്കിലും ചെറിയൊരു മനസ്സുകൊണ്ടാണ് സഹായിച്ചവർക്കെല്ലാം അല്ലാഹു തആല നാളെ പരലോകത്ത് മുത്തുനബിയുടെ ശഫാഅത്തിൽ ഒരുമിച്ച് കൂടി അനുഗ്രഹിക്കുമാറാകട്ടെ. അവരുടെ ജീവിതത്തിലേടനീളം അല്ലാഹു തആല ബർക്കത്തിനെ ഏറ്റി കൊടുക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇൻഷാ അല്ലാഹ് ഞാൻ നിർത്തുകയാണ്. അല്ലാഹു തആല എല്ലാ ഖൈറുകളാക്കി പെരുമാറാകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും. ഇവിടെ നടക്കാൻ പോകുന്നത് നമ്മുടെ മദ്രസയിൽ പൊതുപരീക്ഷയിൽ വിജയം നേടിയവർക്കുള്ള സർട്ടിഫിക്കറ്റ് വിതരണമാണ്. കോവിഡ് കാലമായിട്ടും അവർ വീട്ടിൽ വെച്ച് പഠനം നടത്തി നല്ലൊരു വിജയം വരിച്ചു എന്നതിൻ്റെ ഒരു അടയാളമാണ് സർട്ടിഫിക്കറ്റ് വാങ്ങുക എന്ന് തന്നെ. അല്ലാഹു തആല ഖബൂൽ ചെയ്യുവാണ്. അടുത്ത പരിപാടി പൊതുപരീക്ഷയിൽ 10, 5, 7 ക്ലാസുകളിൽ പാസ്സായ വിദ്യാർത്ഥികൾക്കുള്ള സർട്ടിഫിക്കറ്റ് വിതരണമാണ്. അതുകൊണ്ട് ആ പുറത്തര വന്നിട്ട് 5ാം ക്ലാസ്സിൽ നിന്ന് പാസ്സായ വിദ്യാർത്ഥികളെല്ലാം ഒന്ന് പുറത്ത് നിൽക്കി. 5ാം ക്ലാസ്സിൽ നിന്ന് പാസ്സായ ആൺകുട്ടികളും പെൺകുട്ടികളും പേര് വിളിക്കുമ്പോൾ ഇങ്ങോട്ട് വന്നാൽ മതി. ഒന്നാമത്തത് അൻസീബ, അത് നമ്മുടെ ജമാഅത്ത് സെക്രട്ടറി MS മുഹമ്മദ് വിതരണം ചെയ്യും. 2 കൈ നീട്ടി നിങ്ങൾ വാങ്ങുക.
രണ്ടാമത്തത് ഷാഹിദ് PS സാദിഖ് സക്കാഫി. അടുത്തത് മുഹമ്മദ് ഉവൈസ് ഉസ്മാൻ. അടുത്തത് മുഹമ്മദ് അദ്വാൻ അഷ്റഫ് അച്ചു. അടുത്തത് ആയിഷത്ത് റിഫ ഫഖറുദ്ദീൻ. അടുത്തത് ആയിഷത്ത് ഇഷാന തസ്നീം ഇബ്രാഹിം. അടുത്തത് മുഹമ്മദ് റിഹാൻ റിഫായി. അടുത്തത് ആയിഷത്ത് ഫാസില ഫാറൂഖ്. അടുത്ത ഇനി 7ാം ക്ലാസ്സിൽ പാസ്സായ ഇപ്പൊ 8ാം ക്ലാസ്സിലുള്ള വിദ്യാർത്ഥികളെല്ലാം ഒന്ന് പുറത്ത് അല്ലേ ആണോ? മുഷിരിഫ. ഏഴാം ക്ലാസ്സിൽ നിന്ന് പാസ്സായ മുനൈസ. മുനൈസ മുസ്തഫ. അടുത്തത് മുഹമ്മദ് അദ്നാൻ കുഞ്ഞാലി. അടുത്തത് ഇബ്രാഹിം മെഹ്റാൻ മുഹമ്മദ്. അടുത്തത് സാബിക് MA അസീസ്. മുഹമ്മദ് അൻസീർ സലീം. ഹിബ ഫാത്തിമ അബ്ദുൽ ലത്തീഫ്. ബദറുദ്ദീൻ ഇസ്മായിൽ. ബദറുദ്ദീനാണ്. മുഹമ്മദ് ഷഹീർ സാദിഖ് സക്കാഫി. സുഹൈൽ PA അഷ്റഫ്. ആ സുഹൈലിന്റെ 5ാം ക്ലാസ്സിന്റെ ആളാരി വന്നേപ്പോ ഇങ്ങോട്ട് വാ. ആ ഓക്ക് പകരമാണെന്ന് പറഞ്ഞതാണ്. ആ അതേ സുഹൈലിന്റെ പെങ്ങളുണ്ട് അവിടെ. സുഹൈലില്ലേ? സുഹൈലിന്റെ പെങ്ങളില്ലേ? ആരും. അടുത്തത് മർഷാന മുഹമ്മദ് മുന്ന. ആയിഷത്ത് തബ്ശീറ അബ്ദുൽ കരീം. അടുത്തത് 10ാം ക്ലാസ്സിൽ വിജയിച്ച വിദ്യാർത്ഥിനി ഖദീജത്ത് മഹർജാൻ. അവിടെ അദ്നാനുണ്ടോ? സുഹൈലിന്റെ പരണ്ടടുത്തുള്ള സുഹൈൽ. അടുത്തത് ബദറുദ്ദീൻ. ബദറുദ്ദീൻ ആരുമില്ല. ഫാത്തിമ ഇല്ലേ? ഫാത്തിമ. അടുത്തത് സമ്മാന വിതരണമാണ്. അത് 1ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികളെല്ലാം ഈ പുറത്ത് വരും. 1ാം ക്ലാസ്സിൽ ഇപ്പൊ 1ാം ക്ലാസ്സിലുള്ള കുട്ടികളെല്ലാം പുറത്ത് വന്ന്
അടുത്തത് സമ്മാനം വിതരണം ചെയ്യുന്നത് നമ്മുടെ സെക്രട്ടറി അജീസ് അവരുകളാണ്. ഏറ്റുവാങ്ങാൻ വേണ്ടി വിദ്യാർത്ഥികളെ ക്ഷണിക്കുന്നു. മുഹമ്മദ് പി എ. മുഹമ്മദ് പി എ. അമാൻ പി എ. കാമിൽ ഹുസൈൻ. മുഹമ്മദ് മുൻഷി. അയ്മാൻ. അബ്ദുൽ അസീദ്. അയ്മാൻ അയ്മാൻ അയ്മാൻ. അബ്ദുല്ല ഹാനി. അബ്ദുല്ല ഹാനി. മുഹമ്മദ് സാബിത്ത്. മുഹമ്മദ് സാബിത്ത്. മുഹമ്മദ് ബിലാൽ മുഅദ്ദിൻ. മുഹമ്മദ് ബിലാൽ മുഅദ്ദിൻ. മുഹമ്മദ് മുനവ്വർ. മുനവ്വർ. മുഹമ്മദ് മുനവ്വർ. മുഹമ്മദ് റസീദ്. മുഹമ്മദ് റസീദ്. അസീം. ഒന്നാം ക്ലാസ്സിലെ മുഹമ്മദ് റഷീദ്. റസീദ്. റസീദ് വന്നിട്ട് റസീദ്. അതിന്റെ ബന്ധപ്പെട്ട ആളുകൾ എനിക്ക് ആൺകുട്ടികളായി. ആൺകുട്ടികളായി. പെൺകുട്ടികൾ ഫാത്തിമ പി കെ. ആയിഷത്ത് ഫഹ്ന. ഫാത്തിമത്ത് ഷഹ്ഷാദ. ഹസീന. ഹസീന. നഫീസത്ത് നഫ്ല. നഫീസത്ത് നഫ്ല. സന. 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 ഫാത്തിമത്ത് റഹ്മ. ഫാത്തിമത്ത് റഹ്മ. 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 ആ ശർമ. 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 Rifai. Rifai. Hana Fatima. Salma Fatima. Hanafi. Aisha Rifa.
ആയിഷത്ത് ഷീഫ ഷിഫ ഷിഫ ആയിഷത്ത് ഷിഫ അഷ്റഫ് ആയിഷത്ത് മിസ്ന ആയിഷത്ത് മിസ്ന മിസ്ന മുഹമ്മദ് മജീദ് ഖദീജത്ത് സുൽഫ ഉസ്മാൻ ഖദീജത്ത് സുൽഫ ഉസ്മാൻ ഇല്ല മുഹമ്മദ് മുനവ്വർ മുനീർ മുഹമ്മദ് മുനവ്വർ സലാഹ് മുനീർ അബൂബക്കർ ഇസ്ഹാഖ് മുഹമ്മദ് സിക്കന്ദർ മുഹമ്മദ് ഹയാൻ മുഹമ്മദ് മൻസൂർ ഫാത്തിമത്ത് കാശിഫ ഖദീജത്ത് അഫ്ര ഖദീജത്ത് അഫ്ര അസൈനാർ കൊല്ലി അസൈനാർ കൊല്ലി ഫാത്തിമത്ത് ഫാനിഷ ഫാറൂഖ് ആസിയ ബി നൂറുദ്ദീൻ ജമീലത്ത് ഷംന രണ്ടാം ക്ലാസ് കുട്ടി ഇനി മൂന്നാം ക്ലാസ്സിലെ കുട്ടികൾ പുറത്ത് ലൈനായിട്ട് നിൽക്കുക. ആദ്യം ആൺകുട്ടികൾ പിന്നെ പെൺകുട്ടികൾ. മൂന്നാം ക്ലാസ് അഹമ്മദ് തൗസീഫ് സഫുറാൻ പി അഫ്നാൻ പി എസ് മുഹമ്മദ് അംഫാസ് മുഹമ്മദ് ഷമ്മാസ് 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 പി എസ് അഹമ്മദ് ഷമ്മാസ് പി എസ് സിദ്ദീഖ് ബക്കർ സിദ്ദീഖ് ബക്കർ മുഹമ്മദ് ഷംബീൽ പി മുഹമ്മദ് തൗഫീഖ് ആയിഷത്ത് മുഷ്രിഫ മുസ്തഫ ആയിഷത്ത് മുഷ്രിഫ ഫാത്തിമത്ത് മൻഷിഫ മുഹമ്മദ് ഗുന്ന ഫാത്തിമത്ത് സഹറ ബത്തൂർ ആയിഷ ബിയെ ഹഫ്സത്ത് മുഈന ഫാത്തിമ ബി ഐഖ മറിയം ഡിയാന
ഫാത്തിമത്ത് സന 3ാം ക്ലാസ് പൂർത്തിയായി. ഫാത്തിമത്ത് സന സമാനവിതരണ മുനീറിനെ ക്ഷണിക്കുന്നു. 4ാം ക്ലാസ് മുനീർ. 4ാം ക്ലാസ് എല്ലാവരും പുറത്ത് ലൈനായി അഫ്ല മുഹമ്മദ് മുർത്തദ ബീഗി, മുഹമ്മദ് മൻസൂർ അഫ്രി, ഫായിദ് മുഹമ്മദ് അഫ്രി ഇനി ആയിഷ അഫ്രി, നാലാം ക്ലാസ് പൂർത്തിയായി. 5ാം സമാധാനിക്കുന്നു. 5ാം ക്ലാസ്സിലെ ആൺകുട്ടികളും എല്ലാവരും പെൺകുട്ടികളും പുറത്തു നിൽക്കാം. മുഹമ്മദ് റാഫി, തെരക്കുകൊണ്ടല്ല സമാധാനത്തിൽ മുഹമ്മദ് റാഫി, അബൂബക്കർ ഫായിസ്, മുഹമ്മദ് ത്വാഹിർ, അബ്ദുല്ല സനോഫ് അബ്ദുറഹ്മാൻ ദീനടുക്കം, അഹമ്മദ് ഹനാൻ, അഹമ്മദ് റിഫായി, അഹമ്മദ് ഹനാൻ സനോഫ് യൂസുഫ് പുതിയ വളർത്തും, അഹമ്മദ് റിഫായി സനോഫ് മുഹമ്മദ് ഹാജ്, മുഹമ്മദ് ഷഫീഖ് സനോഫ് അസീനാർ കുന്നി, അബ്ദുല്ല ഹനാൻ സനോഫ് ലത്തീഫ്, മുഹമ്മദ് അദിനാൻ സനോഫ് അബ്ദുറഹ്മാൻ, മിന ഫാത്തിമ സനോഫ് അബ്ദുൽ അഹ്മദ് കുന്നി, ആസിയ ഫിദ, മിന ഫാത്തിമ സനോഫ് മുഹമ്മദ് കുന്നി, ആസിയ ഫിദ സനോഫ് സിദ്ദീഖ്, ഫാത്തിമ എം എ സനോഫ് ഹാസിം, ഫാത്തിമ എം ആസിയ ഫിദ മൈമൂന അഫീഫ സനോഫ് മുഹമ്മദ് അലി. 5ാം ക്ലാസ്സാണ് വിളിക്കുന്നത്. മൈമൂന അഫീഫ സനോഫ് മുഹമ്മദ്, മിത ഫാത്തിമ സനോഫ് ഇക്ബാൽ. 6ാം സമാന ദിനത്തിലെ സിദ്ദീഖ് സിദ്ദീഖ്. 6ാം ക്ലാസ്സിലെ കുട്ടികൾ പുറത്തില്ല. മുഹമ്മദ് ഉബൈസ് സനോഫ് ഉസ്മാൻ, മുഹമ്മദ് അസ്വാൻ മുഹമ്മദ് റിഹാൻ, ഷാഹിദ്, ആയിഷ റിഫ, അൻഷീഫ, ആയിഷത്ത് ഇഷാന, ഫാത്തിമത്ത് ഫാസില. 6ാം ക്ലാസ് പൂർത്തിയായി.
प्लास्टिक हो गया 9-ന്റെ എം സി മൊയ്തീൻ ആ 7ാം ക്ലാസ്. സൈഡിക്കണം മുഹമ്മദ് സിനാൻ ഓടിക്കണം അതിൻ്റെ ഇടയിൽ വന്നിട്ട് സൈഡ് സണ്ണാഫിലെത്തി പോയി 7ാം ക്ലാസ്. ഇബ്രാഹിം ബാദിഷ സനബ് സിദ്ദീഖ് പൊട്ടോയി. അബ്ദുറഹ്മാൻ പി കെ സനബ് യൂസുഫ്. മുഹമ്മദ് മുസമ്മിൽ യൂസുഫ്. നിന്റെ എടുക്കാനാ അബ്ദുൽ ഖാദർ ഷഹീർ. അബ്ദുല്ല ജിയാസ്. മുഹമ്മദ് റാഫി. മുഹമ്മദ് ഇബ്നാസ്. അഫ്സൽ. മറിയം ഫസിന. ഖദീജത്ത് ഫമീസ. ഖദീജത്ത് ഫമീസ. ഫാത്തിമത്ത് നജ്മ. ആയിഷ റിമ. ഫിദ ഫാത്തിമ. നഫീസത്ത് നസ്രീന.